نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച സഹോദരങ്ങൾ അല്ലാഹു തആല അവന്റെ നിഅ്മത്തുകൾ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രദേശത്തെ ഇസ്ലാഹി കാരണവരായ ചെറു അടിവാരം BP ഹംസ സാഹിബ് വളരെ പ്രയാസകരമായ അത്യാസന്ന ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് അവന്റെ റഹ്മത്ത് ബറക്കത്തുമെല്ലാം ചൊരിയുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 84-ാം അധ്യായം സൂറത്തുൽ ഇൻശിഖാഖിലെ 16 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു, ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മുടെ ആയുസ് അവസാനിച്ചുകൊണ്ടിരിക്കുകയും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ് എന്ന യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് തന്നെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തന്നെയാണ്. അതല്ലാതെ മറ്റെന്താണ് ഒരു മനുഷ്യന്റെ ജീവിതമെന്ന്? ആയുസ് എന്നാൽ അവൻ ജീവിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദുനിയാവിലുള്ള അവന്റെ ക്യാപിറ്റൽ മൂലധനം എന്നത്
നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ, ദിവസങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് താബഈ പ്രമുഖനായ 500ഓളം സ്വഹാബിമാരെ കണ്ട് മതം പഠിച്ച ഹസൻ ബസ്രി റഹിമഹുല്ല 110 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളിൽ ഈ ഒരു ആശയം കാണാം. അദ്ദേഹം പറഞ്ഞു, യബ്ന ആദം അൻത അയ്യാം, അല്ലയോ മനുഷ്യപുത്ര, അൻത അയ്യാമുൻ, നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും നിന്റെ ഓരോ ഭാഗമാണ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്ന് പറഞ്ഞാൽ അയ്യാം, ദിവസങ്ങൾ. ദുനിയാവിൽ ജീവിക്കാൻ എത്ര ദിവസമാണ് നിശ്ചയിക്കപ്പെട്ടത്? ആ ദിവസങ്ങൾ അതാണ് നീ. അതിലൊരു ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു ഭാഗം കഴിഞ്ഞുവെന്നാണ്. ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഭാഗം കഴിഞ്ഞുപോയി. വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും നിന്റെ ഭാഗമാണ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് താബിഈയായ ഹസൻ ബസ്രി റഹിമഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മുടെ യഥാർത്ഥ മൂലധനം മുടക്ക് മുതൽ ഈ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തി, അതെങ്ങനെ ഉപകാരപ്രദമാക്കി മാറ്റി, അതാണ് പ്രധാനം. പക്ഷെ മഹാഭൂരിപക്ഷം ആളുകളും ആ തിരിച്ചറിവില്ലാതെ സമയമെന്ന നിഅമത്തിനെ, സമയമെന്ന അനുഗ്രഹത്തെ ഒരു വിലയും കൽപ്പിക്കാതെ അത് പാഴാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ദിവസങ്ങൾ, സമയങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പോലും ആലോചിക്കാതെയാണ് പലപ്പോഴും ഈ സമയത്ത് നാം വിനിയോഗിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ, രണ്ട് നിഅമത്തുകൾ, അതിൽ ഭൂരിപക്ഷം ആളുകളും വഞ്ചിതരാണ്. ഒന്ന് അസ്സിഹ്ഹതു, ആരോഗ്യമാണ്. രണ്ട് വൽ ഫറാഗ്, ഒഴിവ് സമയമാണ് എന്ന്. ആരോഗ്യം നിഅമത്താണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഒഴിവ് സമയം എന്നത് ഒരു നിഅമത്താണ് എന്ന് പലപ്പോഴും നമുക്കങ്ങനെ മനസ്സിലായിട്ടില്ല. രോഗമുള്ള ആളുകളെ കാണുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുള്ളത്. എന്നാലും ആരോഗ്യം എന്ന നിഅമത്ത് നമുക്കറിയാം. പക്ഷെ സമയം, വിശിഷ്ട ഒഴിവ് സമയം, അത് നിഅമത്താണ് എന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല. ഒന്ന് ഫ്രീ ആണ്, ഒന്ന് അടിച്ചു പൊളിക്കണമെന്നാണ് പലപ്പോഴും വിചാരിക്കാറുള്ളത്. അതല്ലെങ്കിൽ ആ നിലക്കുള്ള എന്തെങ്കിലുമൊക്കെ ചില നമ്മൾ വിചാരിച്ച പ്ലാനുകൾ അതിനുവേണ്ടി ഇന്നത്തെ ഈ ഫ്രീ ടൈം, ഇന്നത്തെ ഈ ഒഴിവ് ദിവസം ഉപയോഗിക്കണമെന്നാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇന്നൊരു ഒഴിവ് ദിവസമാണെങ്കിൽ ഇന്നലെ ഇല്ലാത്ത നിഅമത്താണ് അതിലൂടെ ലഭിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തിരക്ക് പിടിച്ച ദിവസങ്ങൾ, ആ സമയങ്ങൾ നിഅമത്താണ്. പക്ഷെ ഒഴിവ് ദിവസങ്ങളോ അതിലേറെ വലിയ നിഅമത്താണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സ്വഹാബി നബിയിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, നാളെ ഖിയാമത്തിൽ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു അടിമയുടെ കാലങ്ങോട്ട് എടുത്തു വെക്കാൻ പോലും സാധ്യമല്ല എന്നാണ്. അതിലൊന്ന് പറഞ്ഞത് അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. എന്തിനാണ്, ഏത് കാര്യത്തിലാണ് ആ ആയുസ് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് തുലച്ചു കളഞ്ഞത് എന്ന ചോദ്യമുണ്ടാകുമെന്നാണ് 5 ചോദ്യങ്ങളിൽ ഒന്ന് പഠിപ്പിക്കപ്പെട്ടത്. ജീവിച്ച ഓരോ ദിവസങ്ങളെയും പറ്റി ചോദ്യമുണ്ട്. അവന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഈ ജീവിച്ച ദിവസങ്ങളാണല്ലോ, അതേക്കുറിച്ച് ചോദ്യമുണ്ട്. ഉപയോഗിച്ച ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മണിക്കൂറുകളുമെല്ലാം എങ്ങനെ വിനിയോഗിച്ചു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന ചോദ്യമുണ്ട് എന്നാണ്. സഹോദരങ്ങൾ, നമ്മളൊക്കെ എന്തിനൊക്കെയാണ് സമയം വിനിയോഗിക്കുന്നത്? വെറുതെ തമാശകൾ പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, മറ്റുള്ളവരുമായി അങ്ങനെ ഇടപഴകി ഒരു കാര്യവുമില്ലാതെ എത്ര മണിക്കൂറുകളാണ് നാം അങ്ങനെ കളഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളതിന് വിനിയോഗിക്കുക, അതാണ് ഏറ്റവും പ്രധാനമെന്നാണ് മുൻഗാമികൾ നൽകുന്ന ഉപദേശങ്ങളിൽ കാണാമത്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത് എന്നാണ്. സമയം പാഴാക്കുക എന്നത് മരണത്തെക്കാൾ ഏറെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ലിഅന്ന ഇദാഅത്തുൽ വഖ്തി ഇൻഖിതാഉൻ അനിൽ ഹഖ് വ ഇദാഅത്തുൽ
എന്നാണ്. അഥവാ സമയം പാഴായി പോവുക എന്നത് മരണത്തെക്കാളും ഗൗരവമാണ്. കാരണം മരണമെന്നാൽ അത് സൃഷ്ടികളിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കലാണ് എങ്കിൽ സമയം കഴിഞ്ഞു പോവുക എന്നത് പടച്ച റബ്ബുമായുള്ള ബന്ധവിച്ഛേദനമാണ് എന്നാണ്. ഒന്ന് റബ്ബിനെ കുറിച്ചുള്ള റബ്ബുമായുള്ള ബന്ധവിച്ഛേദനമാണ്, മറ്റൊന്ന് പടപ്പുകളുമായുള്ള ബന്ധവിച്ഛേദനമാണ്. അതുകൊണ്ട് മരണമല്ല വലുത്, അതിനേക്കാളും വലിയത് ഈ ഒരു സമയത്തെ പാഴാക്കലാണ്, അത് ദുർവിനിയോഗം ചെയ്യലാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അഹ്ലുസ് സുന്നയുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ പ്രധാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ ഫുദൈൽ ചോദിക്കുന്നത് കാണുന്നുണ്ട്, എത്ര പ്രായമായി, വയസ്സെത്രയായി? അദ്ദേഹം പറഞ്ഞ വയസ്സ് 60 വയസ്സായി എന്നാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ആ മനുഷ്യരോട് പറഞ്ഞു കൊടുത്തത് കാണാം, അഥവാ 60 കൊല്ലമായി നിന്റെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 60 വയസ്സായി എന്നതിന്റെ അർത്ഥം 60 കൊല്ലമായി നിന്റെ റബ്ബിലേക്കുള്ള സഞ്ചാരത്തിലാണ്, പ്രയാണത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ എത്തുമെന്ന് മാത്രമല്ല, റബ്ബിലേക്ക് അവൻ മടങ്ങി ചെല്ലും, റബ്ബിനെ കണ്ടുമുട്ടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടും, അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം അവൻ അറിയട്ടെ എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ആ മനുഷ്യന് ഉപദേശമായി നൽകുമ്പോൾ ആ മനുഷ്യൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്തിർജാ ചൊല്ലിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മൽഹീല, രക്ഷപ്പെടാൻ എന്താണ് വഴി? 60 കൊല്ലമായി യാത്രയിലാണ്. നമ്മളൊക്കെ 40 കൊല്ലമായി, 50 കൊല്ലമായി, 60ആയി, 70ആയി, 80മായി ഒരു യാത്രയിലാണ്. അത്രയും കൊല്ലങ്ങളായിട്ട് ലക്ഷ്യം പടച്ച റബ്ബിലേക്കുള്ള പ്രയാണമാണ്. ആ യാത്രയിലാണ്. ഇത്രയും കാലം സഞ്ചരിച്ചു, ഇനി അധികമൊന്നും സഞ്ചരിക്കാനില്ല. പോയത്ര ഇനി പോകാനില്ല, സഞ്ചരിച്ചത്ര ഇനി സഞ്ചരിക്കാനില്ല. യാത്ര ഏതാണ്ടൊക്കെ അവസാനത്തിലേക്ക് എത്താറായി, ലക്ഷ്യത്തിലേക്ക് എത്താറായി, ആ യാത്ര അവസാനിക്കാറായി. അതാണ് 60 വയസ്സായ മനുഷ്യനോട് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് നൽകുന്ന ഉപദേശം. ആ മനുഷ്യൻ ചോദിച്ചതാണ്, മൽഹീര, എന്താണ് ഇതിനൊരു മാർഗമുള്ളത്, എന്താണ് രക്ഷയ്ക്കുള്ള വഴിയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഫുദൈലിന്റെ മറുപടി കാണാൻ യസീറ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എന്താണ് ആ മാർഗം? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, തുഹ്സിൻ മാ ബഖിയ, ബാക്കിയുള്ള ആയുസ്സിൽ നീ നന്മകൾ ചെയ്യുക, എങ്കിൽ യുഗ്ഫർ ലക മാ മദാ, കഴിഞ്ഞു പോയതിൽ ചെയ്തതെല്ലാം പുറത്തു കിട്ടും. ഇനിയുള്ള ആയുസ്സിൽ നന്നാവുക, എങ്കിൽ കഴിഞ്ഞതെല്ലാം പുറത്തു കിട്ടും. അതല്ല ഇനിയുള്ളതും പാഴാക്കാനാണ് തീരുമാനമെങ്കിൽ കഴിഞ്ഞു പോയതിനും നീ പിടിക്കപ്പെടുമെന്നാണ്. ഇത്രയും കാലം ചെയ്തത് അതിൽ ഒരുപാട് അപാകതയുണ്ട്, പാകപ്പിഴവുകളുണ്ട്, വിശ്വാസരംഗത്തെ വ്യതിയാനമുണ്ട്, നിഷ്ഠകളിൽ, ആദർശങ്ങളിൽ, ദീനി കാഴ്ചപ്പാടുകളിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഹറാമുകൾ, തിന്മകൾ, തോന്നിവാസങ്ങൾ എമ്പാടും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും അതിൽ നിന്ന് മുക്തരല്ല. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരുപാട് അനാവശ്യമായ രീതിയിൽ സമയങ്ങൾ പാഴായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു, കാണാൻ പറ്റാത്ത പലതും കണ്ടു, കേൾക്കാൻ പാടില്ലാത്ത പലതും കേട്ടു, ഇടപെടാൻ പാടില്ലാത്ത പലതിലും ഇടപെട്ടു, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരുപാട് സമ്പാദ്യങ്ങൾ ഉപയോഗിച്ചു പോയി. യാഥാർത്ഥ്യമാണ്, ഇതൊരു യാത്രയാണ്, പടച്ച റബ്ബിലേക്കുള്ള പ്രയാണമാണ്. അതിലെ ഇത്രയും കാലം കഴിഞ്ഞുപോയി, ഇനി ബാക്കിയുള്ളതേ ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് പരിഹാര മാർഗമെന്നതിന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ മറുപടിയാണ്, ബാക്കിയുള്ളതിൽ നീ നന്മ ചെയ്തു, ബാക്കിയുള്ളതിൽ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക, എങ്കിൽ യുഗ്ഫർ ലക മാ മളാ, കഴിഞ്ഞു പോയത് പുറത്തു കിട്ടുമെന്നാണ്. ശേഷമുള്ള നന്നാക്കിയാൽ കഴിഞ്ഞു പോയത് പൊറുക്കപ്പെട്ടു പോകും. അതല്ല ശേഷമുള്ളതും നീ അതിലേക്ക് തന്നെയാണ്, നഷ്ടപ്പെടുത്താനാണ്, തിന്മ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇൻ അസ്അത ഫീമാ ബഖിയ ഉഖിർത ബിമാ മളാ വമാ ബഖിയ, ഇനി ബാക്കിയുള്ളതും തിന്മയാണ് ചെയ്തു എങ്കിൽ കഴിഞ്ഞു പോയതിന്റെ പേരിലും ഇനി ബാക്കിയുള്ളതിന്റെ പേരിലും നീ പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ആ മനുഷ്യൻ നൽകുന്ന ഉപദേശങ്ങളിൽ കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും
ഉണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം. ഓരോ നിമിഷം നഷ്ടപ്പെടുമ്പോഴും അത് എന്തിനു വിനിയോഗിച്ചു, എനിക്ക് ഗുണകരമായി ലഭിക്കുമോ, നാളെ പരലോകത്ത് ഈ ദിവസം നേട്ടമായി മാറുമോ, ഏറ്റവും ചുരുങ്ങിയത് നമുക്കെതിരായി വരാത്ത രൂപത്തിലെങ്കിലും തിന്മകൾ ഉപയോഗിക്കാതെ, ഹറാമുകൾ ഉപയോഗിക്കാതെ, തോന്നിവാസങ്ങൾ ഉപയോഗിക്കാതെ, പാഴാക്കി കളയാതെ, അതെനിക്ക് വിപരീതമായി എനിക്കെതിരായി സാക്ഷി പറയില്ല എന്ന ഒരവസ്ഥയിലേക്കെങ്കിലും അത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ പല രംഗത്തും മാറിപ്പോരാൻ പറ്റും. അനാവശ്യമായ സംസാരമാണെങ്കിൽ ഇല്ല, ഞാനില്ല, എന്റെ സമയം അതിനുള്ളതല്ല. ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ ഇല്ല, അത് കേൾക്കാൻ ഞാനില്ല, അതിന് പറയാൻ ഞാനില്ല, എന്റെ സമയം അതിനുള്ളതല്ല. ഒരു തോന്നിവാസത്തിന്റെ വേളയാണെങ്കിൽ ഞാൻ അതിനില്ല, ഞാൻ റബ്ബിലേക്ക് പോകുന്നവനാണ്, റബ്ബിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ എനിക്ക് ചില ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടാൻ പറ്റണം. അതിന് പര്യാപ്തമല്ല ഈ ഒരു സദസ്സ്. തോന്നിവാസങ്ങൾ, തിന്മകൾ, അതേപോലെ കൂത്താട്ടങ്ങൾ, എല്ലാ അർത്ഥത്തിലുമുള്ള തിന്മയുടെ ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിൽ എത്തിപ്പെടുമ്പോൾ മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി അല്ലാഹു പറഞ്ഞു, എന്തെങ്കിലും അനാവശ്യമായ വേദികൾക്കരികെ നടന്നു പോകേണ്ടി വന്നാൽ മർറൂ കിറാമ, മാന്യന്മാരായിക്കൊണ്ട് അവരോട് കടന്നു പോകുന്നുവെന്നാണ്. ഇടപഴകാൻ അവരില്ല. അവിടുന്ന് പോയി നോക്കാലോ, ഒന്ന് സന്തോഷിക്കാലോ, അതൊന്ന് ആസ്വദിക്കാമല്ലോ, ഇല്ല, അത് വിശ്വാസികളുടെ രീതിയല്ല. എന്നാണ് മാന്യന്മാരായി, കരീമന്മാരായി അതിലൂടെ അവർ കടന്നു പോകുമെന്നാണ്. അവർക്കൊരിക്കലും ബാധകമല്ലാത്ത, ഇടപെടേണ്ടതില്ലാത്ത ഒരവസ്ഥയിലും ഇടപെടാൻ അവർ തയ്യാറാകുന്നില്ല എന്നർത്ഥം. അതാണ് വിശ്വാസികൾ ഓരോന്നിനെയും കുറിച്ച് ആലോചിക്കും. എന്റെ ഈ സമയം ഞാൻ റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടും. അതുകൊണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ മണിക്കൂറുകൾ അത് റബ്ബ് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് പറയാൻ കഴിയുക എന്ന ആ തിരിച്ചറിവാണ്, ആ ബോധമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. നാളെ പരലോകത്ത് കാലെടുത്ത് വെക്കണമെങ്കിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് എന്ന് സൂചിപ്പിച്ചുവല്ലോ, അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്. ആ ആയുസ് ഏതു കാര്യത്തിലാണ് അവൻ തുലച്ചത്, നശിപ്പിച്ചത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ മഹ്ശറിൽ കാലങ്ങോട്ട് എടുത്തു വെക്കാൻ പോലും കഴിയില്ല എന്ന ആ തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഒരു അനാവശ്യ വേദികളിൽ, തോന്നിവാസത്തിന്റെ ഇടങ്ങളിൽ വിനിയോഗിക്കാവുന്നതല്ല നമ്മുടെ സമയം. എന്റെ ജീവിതം എന്നാൽ എന്റെ ആയുസ്സാണ്, എന്റെ ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്, അതിൽ ഓരോ നിമിഷവും അതിപ്രധാനമാണ്. അതുകൊണ്ട് അത്തരം സദസ്സുകൾ, അത്തരം വേദികൾ, അത്തരം ഇടപഴകലുകൾ, അത്തരം ആളുകളുമായുള്ള സഹവാസങ്ങൾ പോലും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. ഇതൊരു യാത്രയാണ്, ഇതൊരു പ്രയാണമാണ്. ദുനിയാവെന്നത് ഒരു യാത്രയാണ്, ഇത് കടന്നു പോവുകയാണ്. അങ്ങ് ആലമുൽ അർവാഹിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര ദുനിയാവിലൂടെ കടന്നുപോയി, ഇനി ബർസഖിലേക്ക് പോയി, ബർസഖും കഴിഞ്ഞ് ആഖിറത്തിലേക്ക് എത്തേണ്ടതാണ്. 4 ലോകത്താണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഒന്ന് ആലമുൽ അർവാഹാണ്, ആത്മാവുകൾ മാത്രം സൃഷ്ടിക്കപ്പെട്ട, ശരീരം പടക്കപ്പെട്ടിട്ടില്ലാത്ത കാലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ നിന്ന് ആത്മാവുകളെ മുഴുവൻ പുറത്തേക്കെടുത്ത് അല്ലാഹു തആല കരാറ് വാങ്ങി എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുകയും ഖാലൂ ബലാ ശഹീദനാ, അതേ റബ്ബേ ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അത് ആലമുൽ അർവാഹാണ്. ആ ആലമുൽ അർവാഹിലൂടെ കടന്നിട്ടാണ് പിന്നീട് ഈ ദുനിയാവിലേക്ക് നമ്മൾ എത്തിയത്. മാതാവിന്റെ ഗർഭാശയത്തിൽ ശരീരം സൃഷ്ടിക്കപ്പെട്ട് ആ ശരീരത്തിലേക്ക് 4-ാം മാസം ആ റൂഹിനെ കൊണ്ടുവന്ന് പ്രവേശിപ്പിച്ചതിലൂടെയാണ് ശരീരവും റൂഹും ഒന്നിച്ചുള്ള യാത്ര ആരംഭിച്ചത്. അതുവരെ റൂഹുണ്ട്, ശരീരമില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ ശരീരം രൂപപ്പെട്ടു. 4 മാസം പ്രായമാകുമ്പോൾ അല്ലാഹു തആല മലക്ക് മുഖേന ആ ആത്മാവിനെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലേക്ക്, ആ കൊച്ചു ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ മുതൽ ശരീരവും ആത്മാവും ഒന്നിച്ചുള്ള യാത്രയായി. സമയമാകുമ്പോൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നു. പിന്നീടുള്ള ജീവിതത്തിലാണ് നാം ഇപ്പോഴുള്ളത്. സമയം അവസാനിക്കുമ്പോൾ മറ്റൊരു മലക്ക് വന്ന് ഈ ശരീരത്തിൽ നിന്ന് ആ റൂഹിനെ തിരിച്ചെടുക്കുകയും ചെയ്യും. ഒരു മലക്ക് കൊണ്ടുവന്ന് പ്രവേശിപ്പിച്ച റൂഹിനെ മറ്റൊരു മലക്ക്, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ആ റൂഹിനെ
തിരിച്ചെടുക്കുന്നു. അതോട് ശരീരത്തിന്റെ കാലം കഴിഞ്ഞു. ശരീരവും ആത്മാവും വേർപിരിഞ്ഞു. പിന്നീട് ശരീരം മണ്ണിന്റെ ഭാഗമായി മാറുന്നു. ആത്മാവ് ഒന്നുകിൽ ഇല്ലിയീനിൽ അല്ലെങ്കിൽ സിജ്ജീനിൽ. ഖുർആൻ പരിചയപ്പെടുത്തിയ ഇന്ന കിതാബൽ അബ്റാർ ലഫി ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബുൻ മർഖൂം യശ്ഹദുൽ മുഖറബൂൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, മുഖറബീങ്ങളായ മലക്കുകൾ സാക്ഷി നിൽക്കുന്ന അടയാളം വെക്കപ്പെട്ട രേഖയാണ് ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിലാണ് പുണ്യവാത്മാക്കളുടെ ആത്മാവുകൾ ഉള്ളത്. അല്ലാത്തതാണെങ്കിൽ തിന്മ ചെയ്ത തോന്നിവാസികളാണെങ്കിൽ കിതാബുൽ ഫുജ്ജാർ, തെമ്മാടികളുടെ കിതാബാണെങ്കിൽ അത് സിജ്ജീനിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഖിയാമത്ത് വരെ അങ്ങനെയാണ്. ഖിയാമത്തോടുകൂടി ഈ ശരീരം വീണ്ടും എണീക്കുന്നു. ആ റൂഹും ശരീരവും വീണ്ടും സംഗമിക്കുന്നു. അങ്ങനെ രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് പിന്നീട് അങ്ങോട്ട് അറ്റമില്ലാത്ത ജീവിതം. അതാണ് യഥാർത്ഥമായ ജീവിതം. ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഒരു ഭാഗം സ്വർഗത്തിലാണ്, മറ്റൊരു ഭാഗം നരകത്തിലുമാണ്. അവിടെ ഈ ശരീരവും ഈ ആത്മാവും ഒന്നിച്ചുള്ള പ്രയാണമാണ് പിന്നെയും തുടരുന്നത്. പിന്നീട് അറ്റമില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. നരകത്തിലാണെങ്കിലും പിന്നീട് ജീവിക്കുന്നില്ല, മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അവരവിടെ ഉള്ളത്. ഖാലിദീന ഫീഹാ അബദ. നിത്യവാസികളാണ്, കാലാകാലമാണ്, ശാശ്വതരാണ് എന്നൊക്കെ സ്വർഗാവകാശത്തെ കുറിച്ചും നരകക്കാരെ കുറിച്ചുമെല്ലാം ഖുർആനിൽ ആവർത്തിച്ചു പരിചയപ്പെടുത്തുന്നുണ്ട്. അതാണ് സഹോദരൻ ലക്ഷ്യം എന്നത്. സ്വർഗത്തിലേക്ക് എത്താം. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എത്തണം. ശരീരവും ആത്മാവും ഒന്നിച്ച് ആ സ്വർഗീയ സുഖങ്ങളെ അനുഭവിക്കണം. അതിലേക്കുള്ള യാത്രയിലുള്ള ഇടത്താവളമാണ് ദുനിയാവ് എന്നത്. നിശ്ചയിക്കപ്പെട്ട ഏതാനും കൊല്ലങ്ങൾ, എത്രയാണ് നമുക്കറിയില്ല, ഏതാനും വർഷങ്ങൾ. ആ വർഷങ്ങൾ നമ്മൾ ഇത്രയും ജീവിച്ചു കഴിഞ്ഞു. ഇനി എന്താണോ ബാക്കി അതുണ്ടാകും. ജീവിതമെന്നാൽ ഈ ദിവസങ്ങളാണ്, മാസങ്ങളാണ്, വർഷങ്ങളാണ്. അത് ഓരോന്നും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതമാണ് അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കവി പറഞ്ഞത്, എന്നാണ്. മനുഷ്യന്റെ ഹൃദയമിടിപ്പ് അവനോട് പറയുന്നുണ്ട് ജീവിതം എന്നത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ് എന്ന്. ഓരോ സെക്കൻഡുകളാണ്. ക്ലോക്കിന്റെ സൂചി മുന്നോട്ട് പോകുമ്പോൾ, ഓരോ സെക്കൻഡ് പോകുമ്പോൾ എന്റെ ആയുസ്സാണ് ആ പോകുന്നത്. നിശ്ചയിക്കപ്പെട്ട വർഷം എത്രയാണോ അതിൽ നിന്നാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയതൊരിക്കലും തിരിച്ചു വരികയില്ല. ജീവിതം എന്നാൽ യഥാർത്ഥത്തിൽ അല്യവും പ്രസന്റ്, അതാണ് ജീവിതം എന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചു. സമയമെന്നാൽ സമയമെന്നാൽ 3 രൂപത്തിലാണ്. ഒന്ന് കഴിഞ്ഞു പോയത്, അത് കഴിഞ്ഞു, തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞു പോയതിനെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. അത് കഴിഞ്ഞു, അതിൽ ചെയ്തത് ചെയ്തു, ഉപേക്ഷ വരുത്തി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതിലെ പോരായ്മകൾ റബ്ബിനോട് പറഞ്ഞ് പുറപ്പിക്കുന്ന വേറെ മാർഗമില്ല. മറ്റൊന്നുള്ളത് വരാൻ പോകുന്നതാണ്. ഒരു പക്ഷെ അതൊരു പക്ഷെ കിട്ടണമെന്നുമില്ല. ഒന്ന് കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞു. രണ്ടാമത് വരാനുള്ള സമയങ്ങൾ നാളെയും മറ്റന്നാളും അടുത്താഴ്ചയും അടുത്ത മാസവും ഒക്കെ പക്ഷെ ലഭിക്കുമോ ഇല്ലേ അറിയില്ല. സമയം വരും, പക്ഷെ നമ്മളുണ്ടാകുമോ പറയാൻ കഴിയില്ല. ബാക്കിയുള്ളതോ അല്യവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം, അതാണ് നമുക്ക് ഉറപ്പിക്കാനുള്ളത്. അല്ലാത്തതെല്ലാം കഴിഞ്ഞത് കഴിഞ്ഞു പോയി, വരാനുള്ളത് കിട്ടുമെന്ന് ഉറപ്പുമില്ല. എങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ഇതാണ് നമുക്ക് ഉറപ്പുള്ളത്. അതിൽ നന്മ ചെയ്യുക, എങ്കിൽ രക്ഷപ്പെടാമെന്നാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. എവിടെ വിനിയോഗിക്കുമ്പോഴും ഇത് ഞാൻ വിനിയോഗിക്കാൻ അനുവാദമുള്ളതാണോ, ഇത് ഹറാമായ മാർഗമാണോ, ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന തിരിച്ചറിവുണ്ടാകണം. അതല്ലാതെ ഒരുപാട് മണിക്കൂറുകൾ എന്താണെന്നറിയാതെ ഒരു ലക്ഷ്യബോധം പോലും ഇല്ലാതെ കളഞ്ഞു കുടിക്കുന്ന ആളുകൾ, കുറെ കിടന്നുറങ്ങുന്നു, കുറെ ഭക്ഷണം കഴിക്കുന്നു, കുറെ വിനോദങ്ങൾ ഏർപ്പെടുന്നു, കുറെ പത്രം വായിക്കുന്നു, ബാക്കി പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല, സമയം പോകുന്നില്ല എന്ന് പരാതി പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഹതഭാഗ്യവാന്മാർ. നേരം പോകാൻ വേണ്ടി പലതും ഇടപെടുന്ന ആളുകൾ, എങ്ങനെയപ്പോ സമയം പോയി കിട്ടാ എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർ, ഒരു നിഅമത്തിനെ തള്ളിവിടാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ, സഹോദരങ്ങളെ, നഷ്ടമാണ്, വലിയ ഗൗരവമാണ്. ആ തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടാം. എന്നാണ് സംസ്കൃതം നേടിയവൻ, അല്ലാഹുവെ
ഓർത്തവൻ അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുവെങ്കിൽ ജീവിതഘട്ടങ്ങൾ മാറി 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 വരും. ഓതിവെച്ച ആയത്താണ് രാത്രിയാണ് സത്യം, പകലാണ് സത്യം, സൂര്യനാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. ഘട്ടങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നും ഒരുപോലെയല്ല, എല്ലാ സമയം ഒരുപോലെയല്ല, എല്ലാ ദിവസവും ഒരുപോലെയല്ല. ഘട്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. സത്യമാണ്. പക്ഷേ എന്നിട്ടും എന്തേ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് റബ്ബിന്റെ ചോദ്യം. സഹോദരൻ, അവിടെ റബ്ബിലേക്ക് മടങ്ങാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ദിവസവും എല്ലാ സമയവും പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു നിശ്ചയിച്ചതാണ്, അവൻ സൃഷ്ടിച്ചതാണ് ഓരോ നിമിഷവും. അതിനാൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മാറി മാറി വരുമ്പോൾ ആ ഓരോന്നിലും എന്തൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകിച്ചുണ്ടെങ്കിൽ അത് പടച്ച റബ്ബാണ് നിശ്ചയിച്ചു തരേണ്ടത്. ഉദാഹരണമായി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മാത്രം സുന്നത്തുള്ള കുറെ കാര്യങ്ങളുണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ വെള്ളിയാഴ്ച സുന്നത്താണ്. അൽ-കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്ത് വെള്ളിയാഴ്ച സുന്നത്താണ്. ജുമുഅ വെള്ളിയാഴ്ച നിർബന്ധമാണ്. ഇങ്ങനെ ഈ ദിവസത്തിൽ അല്ലാഹു തആല നിർബന്ധമാക്കിയതുണ്ട്, സുന്നത്താക്കിയതുണ്ട്, ഹറാമാക്കിയതുണ്ട്. ബാങ്ക് വിളിച്ചാൽ പിന്നെ കച്ചവടം ഹറാമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈ. വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ഈ ഉത്ബോധനത്തിലേക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ ചെല്ലണം, കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കണം. ബാങ്കിന് ശേഷം കച്ചവടം ചെയ്താൽ ആ കച്ചവടം ഹറാമാണ്. കച്ചവടം മാത്രമല്ല, ഇടപാടുകളെല്ലാം, എല്ലാ ഇടപാടുകളും ബാങ്ക് വിളിച്ച ശേഷമുള്ള ഇടപാടുകൾ അത് ഹറാമായ ഇടപാടാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസത്തിലും ഓരോ മാസത്തിലും പ്രത്യേകം ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് ഇത് നിശ്ചയിക്കേണ്ടവൻ ആ സമയങ്ങളുടെ സട്ടാവായ അല്ലാഹു തആലയാണ്. പറഞ്ഞു വരുന്നത് റജബ് മാസത്തിലേക്ക് കടന്നതോടുകൂടി സോഷ്യൽ മീഡിയകളിൽ കാണാം ധാരാളമായ വ്യത്യസ്തമായ സുന്നത്തുകളെ പഠിപ്പിക്കുന്നു. റജബ് 1-ാം ദിവസം മുതലുള്ള പ്രാർത്ഥനകൾ മുതൽ റജബിൽ ചെയ്യേണ്ട പ്രത്യേകമായ ആചാരങ്ങൾ മുതൽ പലതും സോഷ്യൽ മീഡിയകളിൽ ഇന്ന് വ്യാപകമാണ്. പലർക്കും റജബ് മാസം ഇന്ന് വരുമാന മാർഗമായി മതത്തിന്റെ പേരിൽ പലരും മാറ്റിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, അവന്റെ റസൂല് പഠിപ്പിക്കണം. അതല്ലാതെ ആരെന്തു പറഞ്ഞാലും ദീനിൽ ഒരു കാര്യമായി സ്ഥാപിച്ചെടുക്കാൻ ആർക്കും അധികാരമില്ല. റജബ് മാസത്തിൽ പഴയകാലം മുതൽ തന്നെ നബിതങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ഏറ്റവും അധികം അനാചാരം നടന്ന മാസമാണ് റജബ് മാസം. ജാഹിലിയ്യ കാലത്ത് മുശ്രിക്കീങ്ങൾ, അറബികളായ ആളുകൾ അവർ ആദരിച്ച മാസമായിരുന്നു റജബ് മാസമല്ല. ജാഹിലിയ്യ കാലത്ത് നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള മക്കയിലെ അറബികളായ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ പ്രത്യേകമായി ആദരിച്ച മാസമാണ് റജബ് മാസം. അന്ന് റജബാകുമ്പോഴേക്ക് നാട് മൊത്തം വലിയ ആഘോഷ പ്രകൃതിയായിരുന്നു. മുളറുകാർ ആണ് റജബിന്റെ ആളുകളായി അന്ന് മക്കയിൽ അറിയപ്പെട്ടത്. മുളറ് ഗോത്രക്കാർ, മുളർ ഗോത്രത്തിന്റെ റജബ് മുളർ എന്നാണ് അന്ന് പ്രയോഗിക്കുന്നത്. മുളറുകാരുടെ റജബ് എന്നാണ്. റജബുണ്ടാകുമ്പോഴേക്ക് മുളറുകാർ തുടങ്ങി ഒരു ആണ്ട്രതി എന്ന അന്ന് പ്രത്യേകമായ ആചാരങ്ങളും ആഘോഷങ്ങളും നാട് മുഴുവൻ റജബിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുത്ത് റജബ് മാസം എന്നവർക്ക് പ്രത്യേകമായി അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന സമയമായി മാറിയിരുന്നു. അക്കാലത്ത് റജബിൽ പ്രത്യേകമായി നോമ്പ് നിൽക്കുന്നുണ്ട്, റജബിൽ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, റജബിൽ പ്രത്യേകമായ ആഘോഷങ്ങൾ ആ ജാഹിലിയ്യ കാലത്ത് നടക്കാറുണ്ട്.
നിബിതങ്ങൾ അള്ളാന്റെ വഹ്യ് പ്രകാരം അതിൽ ഉള്ളത് എന്താണ് അല്ലാത്തതാണെന്ന് വേർതിരിച്ചു പഠിപ്പിച്ചു. റജബിൽ പ്രത്യേകമായി പഠിപ്പിച്ചത് യുദ്ധം ഹറാമായ മാസം എന്നാണ്. 4 മാസം പവിത്രമാണെന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹ് പരിചയപ്പെട്ടു. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്, യുദ്ധം ഹറാമായ മാസമാണ്, അക്രമങ്ങൾ പാടില്ലാത്ത മാസമാണ്. അതിൽ ഒന്ന് റജബ് മാസമാണ്. ബാക്കി ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങൾ. അതാണ് ഇസ്ലാം റജബിൽ നിശ്ചയിച്ച പവിത്രത. അല്ലാതെ റജബിൽ പ്രത്യേകമായ നോമ്പുകളോ പ്രത്യേകമായ മറ്റെന്തെങ്കിലും ഇബാദത്തുകളോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നബി തങ്ങളുടെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീട് 2ാം ഖലീഫ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങൾ ഇസ്ലാമികമായ രാജ്യങ്ങളായി മാറിയപ്പോൾ മെല്ലെ മെല്ലെ അത്തരം പ്രദേശങ്ങളിലൊക്കെ റജബാകുമ്പോൾ വീണ്ടും ആ പഴയ ആഘോഷങ്ങൾ മെല്ലെ തലപൊക്കാൻ തുടങ്ങിയെന്നാണ്. പേരിന് മാത്രം മുസ്ലിമായി വന്ന ആളുകൾ നാടൊന്നാകെ മാറിയപ്പോൾ, ആ കൂട്ടത്തിൽ മാറിയവർ നാട്ടിലെ ഭരണാധികാരി മാറിയപ്പോൾ കൂടെ പോന്ന ആളുകൾ എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ റജബിൽ പ്രത്യേകമായ ചില ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തലപൊക്കുകയും പ്രത്യേകമായ നോമ്പുകളൊക്കെ റജബിൽ ആരംഭിക്കുകയും ചെയ്തു ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ. അത് ശ്രദ്ധയിൽപ്പെട്ട ഉമർ ഖത്താബ് റജബാകുമ്പോൾ പ്രത്യേകമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ, പോലീസുകാരെ ഇറക്കുകയും അങ്ങനെ റജബിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വരെ അദ്ദേഹം ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. മാത്രവുമല്ല, റജബിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകളെ കണ്ടാൽ അവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാനും ഭക്ഷണം കഴിപ്പിക്കുവാനും ഉമർ ഖത്താബ് കൽപ്പിച്ചുവെന്ന് വരെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അത് പിന്നീട് പല കാലങ്ങളിലായി അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇല്ലാ കഥകൾ റജബിന്റെ പേരിൽ പിന്നീട് മെനഞ്ഞുണ്ടാക്കി. ധാരാളം ഹദീസുകൾ ഷിയാക്കളും മറ്റുമൊക്കെ റജബിന്റെ പേരിൽ വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി. ഇല്ലാത്ത ഒട്ടനവധി കഥകൾ നബിതങ്ങൾ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി പ്രചരിപ്പിച്ചു. റജബിൽ 1 ദിവസം നോമ്പ് നോറ്റാൽ ഇത്ര കൂലിട്ടും, 2 ദിവസം നോമ്പ് നോറ്റാൽ ഇത്ര കൂലിട്ടും എന്ന് പറഞ്ഞു ഓരോ ദിവസത്തെയും നോമ്പിന്റെ മഹത്വം പറയുന്ന കള്ളവചനങ്ങൾ നബിതങ്ങളുടെ പേരിൽ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടു. ആദ്യകാലങ്ങളിൽ തന്നെ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിലൊക്കെ അത്തരം കഥകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഓരോ ദിവസത്തെ നോമ്പിന്റെ മഹത്വങ്ങൾ, റജബ് മാസം ആദ്യം കണ്ടാളുള്ള നേട്ടം, അത് ആദ്യം അറിയിച്ചാളുള്ള നേട്ടം തുടങ്ങി ഒട്ടനവധി കഥകൾ റജബിനെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ഇബ്നു ദിഹത്തുൽ കൽബി എന്ന് പറയുന്ന അഹ്ലുസുന്ന പണ്ഡിതൻ അതൊരു ഗ്രന്ഥമെഴുതി റജബിന്റെ വിഷയത്തിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ടവയിൽ ബാധ്യതാ നിർവഹണം എന്ന പേരിൽ അദ്ദേഹം കിതാബ് എഴുതിയിട്ട് പറഞ്ഞു, റജബിനെ പേരിൽ ഇങ്ങനെ കുറെ കഥകളുണ്ട്, ഈ കഥകളൊന്നും സ്ഥിരപ്പെട്ടത് ശരിയല്ല, വ്യാജമാണെന്ന് പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി 5-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ കിതാബ് എഴുതിയാലാണ് ഇബ്നു ദഹിയ റഹിമഹുല്ലാഹ്. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഗ്രന്ഥം എഴുതി തബീയുൽ അജബ് ഫീമാ വറദ ഫീ ഫളാഇൽ റജബ്. റജബിനെ കുറിച്ചുള്ള ഫളാഇൽ, അതിൽ വന്ന അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ രംഗത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒട്ടനവധി കള്ളക്കഥകളെ അദ്ദേഹം കൃത്യമായി തുറന്നു കാണിച്ച് ഇതൊന്നും ശരിയല്ല, നബിതങ്ങളെ പറഞ്ഞതല്ല, നബിയിലേക്ക് വ്യാജമായി ചാർത്തിയതാണ്, നബിതങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല, ഇത് സ്ഥാപിച്ചുകൊണ്ട് ആൾക്കാലത്ത് അദ്ദേഹം ഗ്രന്ഥം എഴുതി. പല കാലങ്ങളിലും പണ്ഡിതന്മാർ അങ്ങനെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ആ ഒരു മറുവശം ഇന്നും സമൂഹത്തിൽ റജബ് മാസം പതക്കുമ്പോഴേക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലാണ് ദിക്റെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ദിക്റുകൾ, പ്രത്യേകമായ പ്രാർത്ഥനകൾ, പ്രത്യേകമായ പ്രാർത്ഥന സദസ്സുകൾ പോലും സംഘടിപ്പിക്കുന്നു. റജബ് മാസത്തിൽ ദുആ സമ്മേളനം എന്ന് പറഞ്ഞ് പലരും കൊണ്ടുവന്നു. മിഹ്റാജ് യാത്ര റജബിലാണ് എന്ന പ്രചാരണം അങ്ങനെ വന്ന പ്രചാരണം മാത്രമാണ്. മിഹ്റാജ് യാത്ര എന്നാണ് എന്ന് വ്യക്തമായി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. സ്ഥിരപ്പെട്ട ഹദീസിലെവിടെയും അത് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലോകത്ത് പഴയ കാലങ്ങളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. മിഹ്റാജ് യാത്ര ഏതു മാസമായിരുന്നു, ഏത് ദിവസം എന്നൊക്കെ വീക്ഷണ വ്യത്യാസമുണ്ട്. മെഹ്റാജ് കഴിഞ്ഞ ശേഷവും നബി തങ്ങൾ 10 കൊല്ലത്തിലേറെ ജീവിച്ചുവല്ലോ. ആ വർഷങ്ങളിൽ മെഹ്റാജിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകം ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ എന്താണ് മെഹ്റാജ് എന്ന് തർക്കമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അതിൽ ഒരു അഭിപ്രായം മാത്രമാണ് റജബിലാണ് എന്നത്. അതിൽ തന്നെ 27 എന്നതൊന്നും അങ്ങനെ ഒരു ഗണ്യമായി അറിയപ്പെട്ട അഭിപ്രായമൊന്നുമല്ല. പക്ഷെ അതൊക്കെ ഇന്നങ്ങനെ ഉറപ്പിച്ചു. റജബ് 27 മെഹ്റാജ് ഉറപ്പിക്കുകയും അന്ന് പ്രത്യേകം ദുആ സമ്മേളനവും അന്ന്
പ്രത്യേക നോമ്പും പ്രത്യേക ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി റജബ് 27 എന്നത് മറക്കാൻ പറ്റാത്ത ഡേറ്റായി ഇത് സമൂഹത്തിൽ അങ്ങനെ പ്രചാരം നേടിക്കഴിഞ്ഞു. അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാന്റെ ദീനിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ, ഇല്ലെന്ന് പറയാൻ അതിനൊക്കെ പ്രമാണം ആവശ്യമുണ്ട്. അല്ല നിശ്ചയിക്കണം, അല്ല പഠിപ്പിക്കണം, റസൂല് പഠിപ്പിച്ചു തരണം, എങ്കിലേ അത് ദീനായി സ്വീകരിക്കാൻ നമുക്ക് നിർവാഹമുള്ളൂ. അല്ലാത്തത്തോളം കാലം എത്രായിരം മനുഷ്യന്മാർ ചെയ്താലും എത്ര നൂറ്റാണ്ടുകളായി അത് പ്രചരിക്കുന്നുവെങ്കിലും അതൊന്നും ദീനായി സ്വീകരിക്കാവതല്ല. പല രാജ്യങ്ങളും റജബിൽ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക നിസ്കാരം പോലും ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എത്തിയില്ല എന്ന് മാത്രം. 1000 റക്അത്ത് നിസ്കാരം, സലാത്തുൽ അൽഫിയ എന്ന പേരുള്ള നിസ്കാരം ദമാസ്കസ് പോലെ സിറിയ പോലെ ഒക്കെയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 800-900 കൊല്ലമായി അത് ആചരിക്കപ്പെട്ടു പോരുന്നു. വ്യാജമായി ആരോ ഉണ്ടാക്കി വിട്ടതാണ് 1000 റക്അത്ത് നിസ്കരിക്കുക, അതേപോലെ 100 റക്അത്ത് നിസ്കരിക്കുക, 1000 ഖുൽ ഹുവല്ലാഹു ഓതുക എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സലാത്തുൽ അൽഫിയ, സലാത്തുൽ റഗായിബ് എന്ന പേരുകൾ അറിയപ്പെടുന്ന നിസ്കാരങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായി. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് ആ നിസ്കാരം ആദ്യമായി ഉടലെടുത്തത് എന്നാണ്. അന്നാണ് ഇങ്ങനെ പള്ളിയിൽ വെച്ച് രാത്രി പ്രത്യേകമായ നിസ്കാരം തുടങ്ങി. 100 റക്അത്ത് നിസ്കരിക്കുന്നു, ഓരോ റക്അത്തിലും 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. അങ്ങനെ 1000 പ്രാവശ്യം ഇഖ്ലാസ് ഓതിക്കൊണ്ടുള്ള നിസ്കാരം, ദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ടുള്ള നിസ്കാരം, ഇങ്ങനെയൊക്കെ നിസ്കാരങ്ങൾ പല കാലത്ത് പല നാടുകളിൽ ഉടലെടുത്തു. അന്നത്തെ പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി താക്കീത് ചെയ്യുകയും അന്നത്തെ ഗ്രന്ഥങ്ങളിൽ അതേക്കുറിച്ചുള്ള താക്കീതുകൾ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ആരെങ്കിലും വല്ലതും പറയുമ്പോഴേക്ക് അതെല്ലാം ചാടിക്കേറി സ്വീകരിച്ച് അതെല്ലാം ചൊല്ലാനും ചെയ്യാനും തയ്യാറാകേണ്ടവരല്ല നമ്മൾ. അതൊക്കെ അടിസ്ഥാനമുണ്ടോ, അല്ല നിശ്ചയിച്ചതാണോ, പ്രവാചകൻ വഹയി പ്രകാരം പഠിപ്പിച്ച കാര്യമാണോ, അതല്ല പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഒരു കാര്യം ദീനാണ് എന്ന മട്ടിൽ സ്വീകരിക്കാനെന്ന നിലപാടിലേക്കെങ്കിലും നമ്മൾ എത്തണം. അല്ലാഹു തആല എല്ലാ ഖൈറിലും മുന്നേറാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.